വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗായത്രിയിലെ അക്ഷരദേവതയായ ലക്ഷ്മി ഗായത്രിയുടെ ഒരു ധാരയാണ്. ശ്രീ എന്നാൽ ലക്ഷ്മി, അതായത് സമൃദ്ധി. ലക്ഷ്മിയും ഗായത്രിയുടെ കൃപയാൽ ലഭിക്കുന്ന വരദാനങ്ങളിലൊന്നാണ്. ഈ അനുഗ്രഹം ആരുടെ മേൽ വർഷിക്കുന്നുവോ അവർ ദാരിദ്ര്യം, ദൗർബല്യം, കൃപണത, അതൃപ്തി, അധോഗതി എന്നിവ തീണ്ടുക പോലുമില്ല. ശുചിത്വം, ക്രമബദ്ധത എന്നിവയ്ക്കും ശ്രീ എന്ന് പറയുന്നുണ്ട്. ഈ സൽഗുണങ്ങൾ വസിക്കുന്നിടത്ത് ദാരിദ്ര്യവും വൃത്തിയില്ലായ്മയും സ്ഥാനം പിടിക്കുകയില്ല. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കു വേണ്ടി പദാർത്ഥങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ഇവ ഉചിതമായ തോതിൽ സമ്പാദിക്കുകയും ചെയ്യാനുള്ള കഴിവിനെ ലക്ഷ്മി എന്ന് പറയുന്നു. ലക്ഷ്മി എന്ന പദം സാധാരണയായി സമ്പത്തിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രയോഗിക്കപ്പെടുന്നത്. എന്നാൽ വാസ്തവത്തിൽ യാതൊന്നിനെ ആധാരമാക്കി ഉപയോഗശൂന്യമായ വസ്തുവിനെ പോലും ഉപയോഗപ്രദമാക്കാൻ സാധിക്കുന്നുവോ ആ ചേതനയുടെ ഗുണവിശേഷമാണ് ഇത്. അളവിൽ അല്പമാണെങ്കിലും സൽക്കർമ്മങ്ങൾക്കു വേണ്ടി അവയെ അത്യധികം പ്രയോജനപ്പെടുത്തുക എന്നത് വൈശിഷ്ട്യമേറിയ ഒരു കലയാണ്. ഈ കല അഭ്യസിച്ചവരെ ലക്ഷ്മി, പൂമാൻ, ശ്രീമാൻ എന്നിങ്ങനെ വിളിക്കുന്നു. മറ്റുള്ള സമ്പന്നരെ ധനികരെന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ. ലക്ഷ്മി ഗായത്രിയുടെ ഒരു കിരണമാണ്. ഇത് ലഭിക്കുന്നവർ സ്വൽപ്പസാധനങ്ങൾ കൊണ്ടും പരമാവധി പ്രയോജനം നേടാനുള്ള കല അറിയാവുന്നതിനാൽ സദാ സമ്പന്നരെ പോലെ പ്രസന്നചിത്തരായി കഴിയുന്നു. അധികം ധനം ശേഖരിച്ചതുകൊണ്ട് ആരെയും ഭാഗ്യവാനെന്ന് പറയാനാവില്ല. സദ്ബുദ്ധി ഇല്ലാതിരുന്നാൽ ഇത് മനുഷ്യനെ മതം പിടിപ്പിക്കുകയും അഹങ്കാരിയും ഉദ്ദണ്ഡനും വിലാസപ്രിയനും ദുശീലനും ആക്കുകയും ചെയ്യുന്നു. പൊതുവെ ധനം ലഭിച്ചു കഴിഞ്ഞാൽ ആളുകൾ പിശുക്കരും സുഖലോലുപരും പാഴ്ചെലവുകാരും അഹംഭാവികളും ആവുകയാണ് പതിവ്. ലക്ഷ്മിയുടെ ഒരു വാഹനം മൂങ്ങ ആണെന്ന് കരുതപ്പെടുന്നു. ആവശ്യത്തിൽ കവിഞ്ഞ സമ്പത്ത് സംസ്കാരശൂന്യരായ ആളുകളെ ഭോഷന്മാരാക്കുന്നു. അവർ ധനം ദുരുപയോഗപ്പെടുത്തുകയും അബദ്ധങ്ങളിൽ അകപ്പെടുകയും ചെയ്യുന്നു. ലക്ഷ്മിയെ അഭിഷേകം ചെയ്യുന്നത് 2 ആനകളാണ്. ലക്ഷ്മി ഇരിക്കുന്നത് താമരപ്പൂവിലാണ്. താമര മൃദുത്വത്തിൻ്റെ പ്രതീകമാണ്. മൃദുത്വവും സൗന്ദര്യവും വാടുന്നത് ചിട്ടയും ക്രമീകരണവുമുള്ള അന്തരീക്ഷത്തിലാണ്. ഈ സൽഗുണത്തിന് കല എന്ന് പറയുന്നു. ലക്ഷ്മിയുടെ ഒരു പേര് കമലം എന്നാണ്. സംക്ഷിപ്ത രൂപത്തിൽ ഇതിനു തന്നെ കല എന്നും പറയുന്നു. സാധനങ്ങളും സമ്പത്തുകളും ശരിയായ വിധത്തിൽ സൽകൃത്യങ്ങൾക്ക് വേണ്ടി സതുപയോഗപ്പെടുത്തുക, അധ്വാനിച്ചും ആലോചിച്ചും നീതിന്യായപരമായ ധനം സമ്പാദിക്കുക എന്നത് അർത്ഥശാസ്ത്രപരമായ കലയാണ്. ശ്രീ തത്വത്തിൻ്റെ പൂർവാർത്ഥം ധനം സമ്പാദിക്കുകയും സമ്പാദ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിപുണരാകുക എന്നതാണ്. ഇതിൻ്റെ ഉത്തരാർത്ഥം ഒരു പൈസ പോലും ദുർവ്യയം ചെയ്യാതിരിക്കുക എന്നതാണ്. ഓരോ പൈസയും സൽകൃത്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് വേണ്ടത്. ലക്ഷ്മിയെ അഭിഷേകം ചെയ്യുന്ന 2 ആനകൾ അധ്വാനത്തിൻ്റെയും ആലോചനാശക്തിയുടെയും പ്രതീകങ്ങളാണ്. ഇവ രണ്ടും ലക്ഷ്മിയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട ഗുണങ്ങളുമാണ്. ഇവ വാഴുന്നിടത്ത് വൈഭവങ്ങൾക്കും ഐശ്വര്യത്തിനും സഹകരണത്തിനും കുറവ് സംഭവിക്കുന്നില്ല. പ്രതിഭാസമ്പന്നരുടെ മേൽ ലൗകിക സമ്പന്നതയും സാഫല്യങ്ങളും വർഷിക്കപ്പെടുകയും അവർക്ക് ഉത്തരോത്തരം
ഉന്നതിയുടെ മാർഗങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. ഗായത്രിയുടെ തത്വശാസ്ത്രത്തിലും സാധനാ പദ്ധതിയിലും ഉൾക്കൊള്ളുന്ന ഈ ധാരയാണ് ലക്ഷ്മി. സ്വയം നിപുണതയും സാമർഥ്യവും നേടിയാൽ എവിടെ ആയിരുന്നാലും ലക്ഷ്മിയുടെ അനുഗ്രഹങ്ങളും അനുദാനങ്ങളും അന്യുനം ലഭിച്ചുകൊണ്ടിരിക്കും എന്നതാണ് ഇതിൻ്റെ സാരം. ഇതുകൂടാതെ ഗായത്രി ഉപാസനയിൽ ശ്രീസാധന എന്നൊരു ധാരണയുണ്ട്. വിധിപ്രകാരം ഈ സാധന അനുഷ്ഠിച്ചാൽ ചേതനാകേന്ദ്രത്തിൽ സുഷുപ്താവസ്ഥയിൽ കഴിയുന്ന നിപുണതകൾ ഉണരുകയും അവയുടെ കാന്തശക്തിയാൽ ധനവൈഭവങ്ങൾ അനായാസം ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന ധനം കുമിഞ്ഞുകൂടാൻ ബുദ്ധിയുടെ ദേവിയായ സരസ്വതി അനുവദിക്കുകയില്ല. നേരെ മറിച്ച് ഇതെല്ലാം സൽക്കാര്യങ്ങൾക്കും ലോകനന്മയ്ക്കും വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ലക്ഷ്മി സമ്പന്നതയുടെയും ഉല്ലാസത്തിൻ്റെയും വിനോദത്തിൻ്റെയും ദേവിയാണ്. ലക്ഷ്മി വാഴുന്നിടത്ത് ആനന്ദമയമായ അന്തരീക്ഷം നിലനിൽക്കുന്നു. ശുചിത്വമില്ലായ്മയും ദാരിദ്ര്യം തന്നെയാണ്. ശുചിത്വത്തിൻ്റെയും കാലാത്മകമായ സജ്ജീകരണത്തിൻ്റെയും മറ്റൊരു പേരാണ് സൗന്ദര്യം. ലക്ഷ്മി സൗന്ദര്യ ദേവതയാണ്. ലക്ഷ്മി വസിക്കുന്നിടത്ത് ശുചിത്വവും സമ്പന്നതയും ക്രമീകരണവും അധ്വാനശീലവും മിതവ്യയവും നിറഞ്ഞ അന്തരീക്ഷം കളിയാടിക്കൊണ്ടിരിക്കും. ഗായത്രിയുടെ ലക്ഷ്മീധാരയുടെ ആഴങ്ങളിലേക്കിറങ്ങുന്നവർ ശ്രീപതികളായി തീരുകയും അവർ സ്വയം ആനന്ദിക്കുന്നതോടൊപ്പം അസംഖ്യം ആളുകൾക്ക് ആനന്ദം പകരുകയും ചെയ്യുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.